ഇവിടെ എല്ലാം വരുമ്പോ MSK നഗർ വരുമ്പോ കൃത്യമായി നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 10 കൊല്ലമായി ഇവിടെ ഇരിക്കുന്ന ഒരു MLA അതിന് മുമ്പ് മേയറായിരുന്നു. എന്തെല്ലാം ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ 10-15 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു, അത് ഇന്നും അതുപോലെ തന്നെ 40 കൊല്ലമായി പരിഹരിക്കാത്ത പ്രശ്നങ്ങളാണ് നമുക്കെല്ലാവരും കാണാൻ കഴിയുന്നത്. ഇതെല്ലാം കാണുമ്പോൾ വളരെ സങ്കടമുണ്ട്. രാഷ്ട്രീയം ചെയ്യേണ്ടതും ഒരു MLA ആവേണ്ടതും ഒരു MP ആവേണ്ടതും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും അവർക്ക് വേണ്ടി അധ്വാനിക്കാനാണ്. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നതും മത്സരിക്കുന്നതും എന്തിനു വേണ്ടി? ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഞങ്ങൾ അത് പരിഹരിക്കും. പക്ഷേ ഇവിടെ എന്താ കാണുന്നത്? 45 കൊല്ലം 50 കൊല്ലമായി അതുപോലെ തന്നെ ജനങ്ങൾ ജീവിക്കുന്നു. കുടിവെള്ളം, വീട്, പട്ടയം ഇതൊന്നും ഇല്ലാണ്ട്, പിന്നെ ഡ്രെയിനേജ് ഇതൊന്നും ഇല്ലാണ്ട് ഇതിപ്പോ ഈ MSK നഗർ എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് 4 കിലോമീറ്റർ ദൂരം. മന്ത്രിയായിരുന്നു ഇവിടുത്തെ MLA. എന്നിട്ടും ഒന്നും നടന്നിട്ടില്ല. പിന്നെ ഇവിടെ കാണുന്നത് ഫ്ലെക്സ് 30 ലക്ഷം അനുവദിച്ചു, 1 കോടി അനുവദിച്ചു. പിന്നെ അനുവദിച്ച കാശ് എവിടെ പോയി? കാശ് ചെലവാക്കുന്നുണ്ടെങ്കിൽ എവിടെയാ പോകുന്നത് ആ കാശ്? കാരണം ഇവിടെ വികസനം നടക്കുന്നില്ല. ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, എന്നെ ഒരു MLA ആക്കിയാൽ ജനങ്ങൾ എനിക്കൊരു അവസരം തന്നാൽ ഞാൻ ഏറ്റെടുക്കും MSK നഗറിന്റെ വികസനം. 5 കൊല്ലത്തില് ഇവിടത്തെ മൂച്ചായങ്ങൾ മാറ്റും. വീടുകൾ, കുടിവെള്ളം, റോഡ്, ഡ്രെയിനേജ് ഇതെല്ലാം ചെയ്യാൻ ഞാൻ 5 കൊല്ലം അധ്വാനിച്ച് ഇവിടെ ഒരു നല്ല മാറ്റം കൊണ്ടുവരും. അതാണ് ഞാൻ ഇന്ന് ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ താമസിക്കുന്ന ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, ഒരു അവസരം തരണം BJPക്ക്. അവര് മാറി കൊടുത്ത അവസരങ്ങളല്ല CPM-നും കോൺഗ്രസിനും ഒന്നും കിട്ടിയില്ലല്ലോ. ഇനി BJPക്ക് ഒരു അവസരം തന്നാൽ ഞങ്ങൾ ഇതെല്ലാം മാറ്റും. എനിക്കൊരു അവസരം കിട്ടിയ ഇവിടെ മാറ്റം കൊണ്ടുവരും. ആദ്യം MLA ആക്കുക. എവിടെ താമസിക്കുന്നത്? തന്നെയാണോ താമസിക്കുന്നത്? തന്നെയെന്ന് പറയാം. അപ്പൊ പിന്നെ ഇപ്പം രാകേഷ് ഡോക്ടറാണ് കാണിക്കുന്നത്. നമ്മളെ പക്കത്ത് സാധനം ആഴ്ചയിൽ 2900 മെഡിസിൻ മാത്രമേ. ഇല്ല, കൗൺസിൽ അല്ല അതറിയാം. പറഞ്ഞാൽ മതി വന്ന് കാണാൻ. കൗൺസിലിന്റെ ഓഫീസ് അറിയില്ലേ? സഹായിക്കും. രാജിവെട്ട് അത് പറഞ്ഞോ, ഞാൻ പറയാം. സാർ എന്താ പേര്? ഫോട്ടോ എന്താ പേര്? എന്താ മോളിങ്ങോട്ട് വാ, ഇറങ്ങി വാ. എന്താ പേര്? തന്മയ. കൂട്ടുണ്ടെങ്കിൽ എനിക്ക് സഹായിക്കണേ. രാജിവെട്ടണേ. നമസ്കാരം. സഹായിക്കണം. ഞാൻ 3 ദിവസം മുമ്പേ പരശുരാമസ്വാമി അമ്പലത്തിൽ പോയി. എവിടെ നോക്കിയാലും കുറ്റകരമായ അനാസ്ഥയാണ്. പിന്നെ എന്തിനാണ് ഇവരെല്ലാം MLA ആവുന്നത്? MLA-ന്റെ ഉത്തരവാദിത്വം പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിച്ചൊരു മാൻഡേറ്റ് കൊടുക്കുമ്പോൾ MLA 5 കൊല്ലം 10 കൊല്ലം ഇരുന്ന് അധ്വാനിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതല്ല ചെയ്യേണ്ടത്. പക്ഷെ അതൊന്നും ചെയ്യാണ്ട് വിവാദങ്ങൾ മാത്രം, ഇനോഗ്രേഷനും ഫ്ലെക്സും ചെയ്ത്, ഉദ്ഘാടനവും ഫ്ലെക്സും വെച്ച് ചെയ്യുന്ന ഈ രാഷ്ട്രീയം, കണ്ണിൽ പൊടിയിടുന്ന ഈ രാഷ്ട്രീയം, ജനങ്ങളെ വെടിയാക്കുന്ന രാഷ്ട്രീയം, ഇതിലാണ് മാറ്റം കൊണ്ടുവരുന്നത്. നമുക്ക് വേണ്ടത് MLA-മാരോ കൗൺസിലർമാരോ MP-മാരോ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വ്യക്തികളാണ് ഇവര് ജനങ്ങളെ MLA ആക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി വരാൻ പോകുന്ന ഈ ഇലക്ഷന് ഒരു വലിയ മാറ്റം വരാൻ പോകുന്നത് രാഷ്ട്രീയ സംസ്കാരം, രാഷ്ട്രീയ
അതിലൊരു ചർച്ച, അതിലെല്ലാം വികസനം കേരളത്തിൽ. ഓഫീസ് അറിയാം, അവിടെ പോയാൽ മതി. ഞാൻ പറഞ്ഞു ഇദ്ദേഹം ജയിക്കാൻ പോകുന്നു പറഞ്ഞു നടക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. പിന്നെ എന്തിനാണ് ബ്രാഞ്ച് സെക്രട്ടറിയായ രാജീവിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് മത്സരിപ്പിക്കുന്നു? ഇദ്ദേഹം 10 കൊല്ലമായിട്ട് MLA ആണ്. ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ലേബർ മിനിസ്ട്രിയിൽ നിന്ന് എല്ലാവരും ഇലക്ഷൻ കമ്മീഷനിൽ കയറ്റി വെച്ചിരിക്കുന്നത്? ഇതെല്ലാം പേടിച്ച് ഭയപ്പെടുത്തി അവരെ ഇങ്ങനെ ഇരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ജനങ്ങളെ വെട്ടിയാക്കാനും കണ്ണിൽ മണ്ണിട്ട് അവരെ ശ്രദ്ധ തിരിക്കാൻ ഒരു ശ്രമം. ഒന്നും നടക്കില്ല. അത് സഖാവാണോ കോൺഗ്രസ്സുകാരനാണോ ഇതൊന്നും നടക്കില്ല. ഇനിയിപ്പോ നടക്കാൻ പോകുന്നത് വികസനമാണ്. ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കും പ്രവർത്തിക്കുന്ന വ്യക്തികൾ മാത്രമാണ് MLA-മാരാവാൻ പോകുന്നത്. അത് എഴുതി വെച്ചോളൂ. ഈ വലിയ മാറ്റം വരാൻ പോകുന്ന ഈ ഇലക്ഷൻ. മാറാത്തത് ജനങ്ങൾ മാറ്റും. എനിക്കൊരു അവസരം കിട്ടിയാൽ മാറ്റണം. ഞാൻ മാറ്റും. ഏറ്റെടുക്കാൻ തയ്യാറാണ്. ശരി, MLA ആക്കാം. കോളനി ഏറ്റെടുക്കും. നമ്മളെ കോളനി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.